നാഷണൽ മ്യൂസിയം ഓഫ് എത്യോപ്യ, അവിടേക്ക് കയറി ചെല്ലുന്നു. ആഫ്രിക്കയിലെ ഏതെങ്കിലും രാജ്യത്തിൽ ഇത്രയും പ്രാധാന്യമുള്ളൊരു മ്യൂസിയം ഉണ്ടെന്ന് എനിക്ക് സംശയമാണ്. കാരണം മാനവരാശിയുടെ ചരിത്രത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒരു സുപ്രധാനമായ ഒരു സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ ഈ മ്യൂസിയം. അതിനകത്ത് കയറി ചെന്ന് ടിക്കറ്റൊക്കെ എടുക്കണം. പല കാഴ്ചകളുണ്ട് അവിടെ. അവിടുത്തെ ആദ്യത്തെ നിലയിൽ നമ്മൾ കയറി ചെല്ലുന്ന നിലയിലൊക്കെ ഈ ഹെയ്ലി സലാസി ചക്രവർത്തി അദ്ദേഹത്തിൻ്റെ ജീവിതത്തുമായിട്ട് ബന്ധപ്പെട്ട വസ്തുക്കൾ, അദ്ദേഹം ഇരുന്ന കസേര അല്ലെങ്കിൽ സിംഹാസനം, കിരീടം, ഇങ്ങനെയൊക്കെയുള്ള പല സാധനങ്ങളൊക്കെയാണ്, അമൂല്യ വസ്തുക്കളൊക്കെ തന്നെയാണ് പ്രദർശിപ്പിച്ചിരിക്കുന്നത്. പക്ഷേ അവിടുന്ന് ഭൂഗർഭത്തിലെ മറ്റൊരു നിലയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഞാനും നിങ്ങളും യൂറോപ്യനും അമേരിക്കക്കാരനും മംഗോളിയനും ഒക്കെയായ മാനവരാശി 40-45 ലക്ഷം വർഷം മുമ്പ് രണ്ട് കാലിൽ ഉയർന്നു നിന്ന് നടക്കാൻ തുടങ്ങിയ മനുഷ്യരായി മാറിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു മുത്തശ്ശി ഉൾപ്പെടെയുള്ള ആളുകളെ അവരുടെ ഫോസിലുകൾ, അവരുടെ അസ്ഥിയുടെ അവശേഷിപ്പുകൾ കണ്ടെത്തി സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലം വൈകാരികമായൊരു സ്ഥലമാണ്. ഇതങ്ങനെ തന്നെ ചിന്തിക്കണം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കണ്ട അഫാർ ഗോത്രക്കാരെന്നും ഗോത്ര മനുഷ്യരെന്നും കരുതുന്ന ആ മനുഷ്യർ അവിടെയാണ്